Hello my dears, welcome to View to Learn. Today we are going to see Russian formalism. The reference is taken from M.H. Abram's book, okay? So, let us see about that. Before going to that, we want to know the movements associated with Russian formalism. So, it is Opoyas, okay? Society for the Study of Poetic Language. That is the English meaning of that word. Opoyas means group of linguists and literary critics on St. Petersburg. Important figures of this Opoyas are Victor Slokowski, Boris എക്കിംഗ്ബം. ഈ ഒരു ഗ്രൂപ്പിൽ ഏറ്റവും പ്രോമിനൻ്റ് ആയിട്ട് നിൽക്കുന്ന രണ്ട് പേരാണ് ഇവര്. അപ്പോൾ ഇത് എന്തിനാണ് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ റഷ്യൻ ഫോർമാലിസം എന്ന് പറയുന്നത് ഈ മൂന്ന് മൂവ്മെൻറ്റും അല്ലെങ്കിൽ ഈ മൂന്ന് ഗ്രൂപ്പും ചേർന്നതാണ് റഷ്യൻ ഫോർമാലിസ്റ്റ് റൈറ്റേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, then now we are moving to Moscow Linguistic Circle, group of theorists in Moscow. Roman Jakobson is the prominent figure over there. Now we are moving to the next one. Prague Linguistic Circle, group of writers in Prague. They give importance to form, that means meter, rhyme, syntax, literary forms, etc. So, the prominent figure of Prague Linguistic Circle is Jan Mukarovsky. Okay. So, ഈ പറയുന്ന ആളുകളുടെ പേരുകളെല്ലാം നോട്ട് ചെയ്ത് വെക്കാം. റഷ്യൻ ഫോർമാലിസത്തിലെ വളരെ പ്രോമിനൻ്റ് ആയിട്ടുള്ള ആളുകളാണ് ഇവരെല്ലാം. അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങൾ, ഈ മൂന്ന് മൂവ്മെൻറ്റ്സും അതുമായി യോജിച്ചു പോകുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് ഇതിവിടെ മെൻഷൻ ചെയ്തത്. ഓക്കെ, സോ നൗ ലെറ്റ് us see what is mean by Russian formalism. Here, formalists, they give importance to formal structure. നമ്മൾ നേരത്തെ കണ്ടു മീറ്റർ, റൈം, ലിറ്റററി ഡിവൈസസ്, ഇതിനൊക്കെയാണ് അല്ലെങ്കിൽ ലിറ്റററി സ്ട്രക്ചറിനാണ് ഇവർ കൂടുതൽ പ്രാധാന്യം കൊടുത്തത്. ആര്? ഫോർമലിസ്റ്റുകൾ. അതിൽ അവരുടെ പേരിൽ തന്നെയുണ്ട് അല്ലേ, ഫോം. ലിറ്റററി ഫോംസിനാണ് ഇവർ കൂടുതൽ പ്രാധാന്യം കൊടുത്തത്. റഷ്യൻ ഫോർമാലിസം അപ്ലൈഡ് ദ ടേം ഫോർമാലിസം derogatorily because of its focus on the formal patterns and technical devices of literature to the exclusion of its subject matter and social values. M.H. അബ്രാമിൻ്റെ ബുക്കിലുള്ള അതേ ഡെഫിനിഷൻ അങ്ങനെ പകർത്തി വെച്ചിരിക്കുന്നതാണ് കേട്ടോ. സോ റഷ്യൻ ഫോർമാലിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അവർ കൂടുതൽ പ്രാധാന്യം കൊടുത്തിരുന്നത് ഫോർമൽ പാറ്റേൺസിനും ടെക്നിക്കൽ ഡിവൈസസിനുമൊക്കെയാണ്. അതുപോലെ സബ്ജക്റ്റ് മാറ്ററിനോ അല്ലെങ്കിൽ അതിൻ്റെ ഇപ്പോൾ പ്രസൻറ്റ് ചെയ്തിരിക്കുന്ന ഒരു പോയട്രിയാണ് നമ്മൾ എടുക്കുന്നതെന്ന് വെച്ചോ, ആ പോയട്രിയുടെ സബ്ജക്റ്റ് മാറ്ററോ, എന്തുകൊണ്ടാണ് അത് എഴുതിയത്, അത് എഴുതുമ്പോൾ ഉണ്ടായിരുന്ന സോഷ്യൽ ഇഷ്യൂസ് എന്തൊക്കെയാണ്, എന്ത് സാഹചര്യത്തിലാണ് അത് എഴുതേണ്ടി വന്നത്, ഇത്തരം കാര്യങ്ങൾക്കൊന്നും ഇവർ വില കൽപ്പിക്കുന്നില്ല. ദേ ആർ ഗിവിങ് ഇമ്പോർട്ടൻസ് ഓൺലി ടു ദ ഫോം. ഓക്കെ, ദ ലീഡിങ് റെപ്രസെൻറ്റേറ്റീവ്സ് ഓഫ് ദ മൂവ്മെൻറ്റ് വേർ ബോറിസ് എച്ചിങ്ഹാം, വിക്ടർ സ്ലോക്കോവ്സ്കി ആൻഡ് റോമൻ ജാക്കോബ്സൺ. നമ്മൾ നേരത്തെ പറഞ്ഞ അതേ ആളുകളല്ലേ. അപ്പോൾ എന്തുകൊണ്ടാണ് ആ മൂവ്മെൻറ്റ്സ് പറഞ്ഞതെന്ന് നിങ്ങൾക്ക് ഇപ്പോൾ തിരിഞ്ഞു കാണുമെന്ന് വിചാരിക്കുന്നു. ഒരുപാട് റൈറ്റേഴ്സിൻ്റെ പേര് നമുക്ക് പഠിക്കാനുണ്ട്. എല്ലാവരുടെയും പേരുകൾ പഠിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ഇത്രയും പേരുടെ പേരെങ്കിലും നമ്മൾ ഓർത്തിരിക്കാൻ ശ്രമിക്കുക കേട്ടോ. സോ ഓർഡിനറി ആൻഡ് പോയറ്റിക് ലാംഗ്വേജ്. റഷ്യൻ ഫോർമാലിസ്റ്റുകൾ ഓർഡിനറി ലാംഗ്വേജും പോയറ്റിക് ലാംഗ്വേജും തമ്മിൽ ഡിസ്റ്റിങ്വിഷ് ചെയ്യുന്നുണ്ട്. അതിൽ തമ്മിൽ എന്തോ ഡിഫറൻസ് ഉണ്ട് എന്ന് അവർ പ്രസ്താവിക്കുന്നുണ്ട്. സോ ലെറ്റ് us see that. Formalism views literature primarily as a specialized mode of language and proposes a fundamental opposition between the literary, that means poetical, use of language and the ordinary, that means the practical use of language. പ്രാക്ടിക്കൽ യൂസ് അല്ലെങ്കിൽ ഓർഡിനറി ലാംഗ്വേജ്, നമ്മൾ സാധാരണ പറയാറുള്ള ഈ ലാംഗ്വേജും ലിറ്റററി ഓർ പോയറ്റിക്കൽ, നമ്മൾ കവിതകളിലും അല്ലെങ്കിൽ ലിറ്റററി വർക്കിലൊക്കെ ഉപയോഗിക്കുന്ന ലാംഗ്വേജും എൻറ്റയർലി ഡിഫറെൻ്റ് ആണ് എന്നുള്ള ഒരു അഭിപ്രായമാണ് ഫോർമാലിസ്റ്റുകൾക്കുള്ളത്. ഇറ്റ് കൺസീവ്സ് ദാറ്റ് ദ സെൻട്രൽ ഫംഗ്ഷൻ ഓഫ് ഓർഡിനറി ലാംഗ്വേജ് ഈസ് ടു കമ്മ്യൂണിക്കേറ്റ് ടു ഓഡിറ്റേഴ്സ് എ മെസ്സേജ് ഓർ ഇൻഫർമേഷൻ ബൈ റെഫറൻസ് ടു ദ വേൾഡ് എക്സിസ്റ്റിംഗ് ഔട്ട്സൈഡ് ഓഫ് ലാംഗ്വേജ്. സോ ഈ ഓർഡിനറി ലാംഗ്വേജിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ജസ്റ്റ് ഫോർ കമ്മ്യൂണിക്കേഷന് വേണ്ടിയുള്ളതാണ്. എന്നാൽ ലിറ്റററി ലാംഗ്വേജ് എന്ന് പറയുന്നത് അങ്ങനെയല്ല.
literary language to be self-focused in that its function is to convey information by making extrinsic reference, but to offer the reader a special mode of experience by drawing attention to its own formal features. So, literary language എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു മിയർ കമ്മ്യൂണിക്കേഷൻ മാത്രമല്ല അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു പോയറ്റിക് വർക്കിലെ ലാംഗ്വേജും നമ്മൾ സാധാരണ സംസാരിക്കുന്ന ലാംഗ്വേജും തമ്മിൽ നല്ല വ്യത്യാസം ഉണ്ടെന്ന് നമുക്ക് തന്നെ അറിയാം അല്ലേ. അപ്പോൾ ഒരു കവിതയ്ക്ക് അല്ലെങ്കിൽ ഒരു ലിറ്റററി വർക്കിന് അതിൻ്റെ ഭംഗി കൊടുക്കാൻ, അതിൻ്റെ ആ ഒരു നല്ലൊരു ഫോം രൂപപ്പെടുത്തി എടുക്കാനായിട്ടാണ് നമ്മൾ ഇങ്ങനെ ലിറ്റററി ലാംഗ്വേജ് യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഫോർമാലിസ്റ്റുകളുടെ അഭിപ്രായം. ഓക്കെ, നൗ ലെറ്റ് us see the literariness of Jacobson. നമുക്കറിയാം ഏതൊരു കാര്യത്തെക്കുറിച്ച് നമ്മൾ പഠിച്ചാലും, ഇപ്പോൾ റൊമാൻറ്റിസിസത്തെക്കുറിച്ച് നമ്മൾ പഠിച്ചപ്പോൾ കോൾറിഡ്ജിൻ്റെയും അതുപോലെ തന്നെ വേർഡ്സ്വർത്തിൻ്റെയും അഭിപ്രായങ്ങളും അവരുടെ ആ ഒരു തിയറിയുമാണ് നമ്മൾ കൂടുതലും കണ്ടത്. ഇവിടെ നമ്മൾ പറഞ്ഞു 3 പ്രോമിനൻ്റ് ആയിട്ടുള്ള റൈറ്റേഴ്സിൻ്റെ കാര്യം. അപ്പോൾ അവർ തന്നിരിക്കുന്ന ആ ഐഡിയയുടെ ബേസിലായിരിക്കും ഇങ്ങനെ ഒരു ഫോർമാലിസം അല്ലെങ്കിൽ റഷ്യൻ ഫോർമാലിസം എന്ന ആ കൺസെപ്റ്റ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിനകത്ത് നമ്മുടെ ജാക്കോബ്സൺ, റോമൻ ജാക്കോബ്സന്റെ ലിറ്റററിനെസ് എന്ന ഐഡിയ എന്താണ് എന്ന് നോക്കാം. ഓക്കെ, the linguistic of literature differs from the linguistic of practical discourse because its laws are oriented towards producing the distinctive features that formalists call literariness. So, ഈ ലിറ്റററിനെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിറ്ററേച്ചർ എന്ന് പറയുന്നത്, അതായത് ലിറ്ററേച്ചറിലെ ലിംഗ്വിസ്റ്റിക്സ് എന്ന് പറയുന്നതും നമ്മൾ സാധാരണ സംസാരിക്കുന്നതിലെ ലിംഗ്വിസ്റ്റിക്സ് എന്ന് പറയുന്നതും രണ്ടും രണ്ടാണ്. അതിൽ ലിറ്ററേച്ചറിൻ്റെ ലിംഗ്വിസ്റ്റിക്സ് എവിടെ പ്രയോഗിക്കുന്നുവോ, ഒരു കവിത നമ്മൾ എഴുതുമ്പോൾ സാധാരണ ഭാഷയിൽ എഴുതുന്നതിലുപരി അതിൽ ദ ലിംഗ്വിസ്റ്റിക് ഓഫ് ലിറ്ററേച്ചർ, അതായത് ഒരു കാവ്യാത്മക രീതിയിൽ ഒരു ലിറ്ററേച്ചർ സാഹിത്യം പ്രയോഗിക്കുമ്പോൾ എന്ത് സംഭവിക്കും, അതിന് കൂടുതൽ ലിറ്റററിനെസ് വരും, ഒരു സാക്ഷരതയുള്ളതുപോലെ. അത് അങ്ങനെ തന്നെ ആയിരിക്കുമോ പറയേണ്ടത് എന്ന് എനിക്കറിയത്തില്ല, എന്നാലും അതിനൊരു ലിറ്റററിനെസ് വരും, അതായത് അത്രയും പെർഫെക്റ്റ് ആവും. അപ്പോൾ സാധാരണ ഭാഷ അല്ലെങ്കിൽ നോർമൽ ലാംഗ്വേജ് അല്ല നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഏതൊരു വർക്ക് ഓഫ് ആർട്ടിലും എസ്പെഷ്യലി പോയട്രിക്ക് ലിറ്റററിനെസ് വേണം എന്നുള്ളതാണ് ജാക്കോബ്സന്റെ അഭിപ്രായം. റഷ്യൻ ഫോർമാലിസത്തിന്റെ തുടക്കം എന്ന് പറയുന്നത് 1920s-ലാണ്, 1920-കളിലാണ്. സോ 1921-ൽ 1921-ൽ റോമൻ ജാക്കോബ്സൺ പറയുന്നുണ്ട്, ദ ഒബ്ജക്റ്റ് ഓഫ് സ്റ്റഡി in literary science is not just literature but literariness. That is what make a given work a literary work. So സാഹിത്യശാസ്ത്രം നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ അതിന് കൂടുതൽ പ്രാധാന്യം കൽപ്പിക്കേണ്ടത് അതിൻ്റെ ലിറ്ററേച്ചറിനല്ല, മറിച്ച് ലിറ്റററിനെസ്സിനാണ്. ലിറ്ററേച്ചർ എന്ന് പറയുമ്പോൾ നമ്മൾ പറയാറുണ്ട് ഹിസ്റ്ററിയാണ്, അല്ലെങ്കിൽ അത് ഉണ്ടായി വന്ന സാഹചര്യമാണ്. പക്ഷെ അദ്ദേഹം പറയാണ് ലിറ്ററേച്ചറിനല്ല, ലിറ്റററിനെസ്സിനാണ്, അതായത് ഫോംസിനാണ്, അല്ലെങ്കിൽ ആ ഒരു സ്പെസിഫിക് ലാംഗ്വേജ് യൂസേജിനാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത്. അങ്ങനെ ആകുമ്പോൾ മാത്രമേ ഒരു വർക്ക് ഒരു നല്ല ലിറ്റററി വർക്കായി മാറുള്ളൂ എന്ന്. സോ എനിക്ക് തോന്നുന്നു നിങ്ങൾക്കിപ്പോൾ എന്താണ് ജാക്കോബ്സന്റെ അഭിപ്രായം എന്ന് മനസ്സിലായി എന്ന്. ലിറ്റററിനെസ് എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു കൺസെപ്റ്റ്. സോ ഇത് രണ്ടും, സാധാരണ ഭാഷയും ലിറ്ററേച്ചറിലെ ഭാഷയും രണ്ടാണ് എന്നുള്ളൊരു ഐഡിയ ആണ് നമുക്ക് അദ്ദേഹം തരുന്നത്. നൗ വി ആർ മൂവിങ് ടു ദ വെരി നെക്സ്റ്റ് പേഴ്സൺ, ജാൻ മുക്കറോവ്സ്കി and his idea for grounding. The formalist stresses the function of purely literary devices to produce the effect of freshness in the reader's experience in a literary work. അത് പറയണ്ടെന്ന് തോന്നുന്നു അല്ലേ? ലിറ്റററി വർക്കിൽ എന്ത് വേണമെന്നാണ് പറയുന്നത്? ലിറ്റററി ഡിവൈസസ് പ്രൊഡ്യൂസ് ചെയ്യണം, എങ്കിലേ അതിന് ആ ഒരു ഫ്രഷ്നെസ് എഫക്റ്റ് കിട്ടുള്ളൂ എന്ന്. അതായത് ലിറ്റററി ഡിവൈസസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ റൈം സ്കീം, മീറ്റർ, അലിട്രേഷൻ, അസോണൻസ് എന്നൊക്കെ പറയുന്ന ആ സംഭവങ്ങൾ. അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് വേണം? അവരും ആ ഫോമിന് തന്നെയാണ് ഇദ്ദേഹവും പ്രാധാന്യം കൊടുക്കുന്നത്. എങ്കിലേ ഒരു
ലിറ്ററേച്ചർ അതിലെ ഒരു വർക്ക് ഓഫ് ആർട്ട് നല്ലതായി മാറുള്ളൂ എന്നാണ് പറയുന്നത്. The foregrounded properties or artistic devices which estrange poetic language are often described as deviation from ordinary language. സെയിം കാര്യം തന്നെയാണ് ഇദ്ദേഹവും പറയുന്നത്. ഓക്കെ, ഓർഡിനറി ലാംഗ്വേജിൽ നിന്നും ഇത് തീർച്ചയായും വ്യത്യസ്തമായിരിക്കും. ഒരു ആർട്ടിസ്റ്റിക് ഡിവൈസസ് ഒക്കെ ആയിരിക്കും നമ്മുടെ പോയട്രിയിലെ ലാംഗ്വേജിന് ഉണ്ടാവുക. സോ he emphasized that techniques used to highlight certain expression. സോ ടെക്നിക്സ് ആണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. അതായത് ചില ഡിവൈസസ്, അതായത് പോയറ്റിക് ഡിവൈസസ്, സ്പെസിഫിക് ടെക്നിക്സ് ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് വേണം നമ്മളൊരു പോയട്രി പ്രസൻറ്റ് ചെയ്യാൻ എന്നുള്ളതാണ് നമ്മുടെ മുക്കറോവ്സ്കിയുടെ അഭിപ്രായം. Such deviation, which are analyzed most fully in the writings of Roman Jakobson, consist primarily in setting up and also violating patterns in the sound and syntax of poetic language. So നമ്മൾ നേരത്തെ പറഞ്ഞ ടെക്നിക്സ് എന്നുള്ളത് എന്താണെന്ന് മനസ്സിലായോ? സൗണ്ട് ആൻഡ് സിൻടാക്സ്. സത്യം പറഞ്ഞാൽ അതിൻ്റെ ആ പ്രൊനൗൺസിയേഷനും ആ ഒരു ഫോണറ്റിക് സ്റ്റൈലിനെയാണ് ഇവിടെ ടെക്നിക് എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത് കേട്ടോ. സോ ഇത്തരം വെറൈറ്റീസ് ആയിട്ടുള്ള ഫോംസ് ഉപയോഗിച്ചുകൊണ്ട് വേണം ഒരു പോയട്രി നിർമ്മിക്കാൻ എന്നുള്ളതാണ് മുക്കറോവ്സ്കിയുടെ അഭിപ്രായം. എന്നിട്ട് അദ്ദേഹം പറയാണ് ഇത്തരം എല്ലാ ക്വാളിറ്റീസും റോമൻ ജാക്കോബ്സന്റെ വർക്കിൽ നമുക്ക് കാണാനായിട്ട് കഴിയും. So now we are moving to the prominent figure of Russian formalism, that is Victor Shklovsky. So what was his idea? Defamiliarization or estrange. He explains this term in his book Art as Technique. Okay, in his book Art as Technique. The primary aim of literature in thus foregrounding its linguistic medium, as Victor Shklovsky put in an influential formulation, is to estrange or defamiliarize. Disrupting the modes of ordinary linguistic discourse, literature makes strange the world of everyday perception and renews the reader's lost capacity for fresh sensation. സോ ഡീഫെമിലറൈസേഷൻ എന്ന വാക്കിൽ നിന്ന് നമുക്ക് അദ്ദേഹത്തിൻ്റെ കൺസെപ്റ്റ് എന്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഫെമിലിയറൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരിചയമുള്ള, അല്ലെങ്കിൽ നമുക്കറിയാകുന്ന, അല്ലെ അറിയാവുന്ന എന്നൊരർത്ഥമാണ്. ഡീഫെമിലിയറൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാത്ത, അല്ലെങ്കിൽ അതിൻ്റെ ഒരു വിപരീത പദമായിട്ട് തന്നെ നമുക്ക് എടുക്കാം. അപ്പോൾ നോർമൽ ആയിട്ടുള്ള, വളരെ കോമൺ ആയിട്ടുള്ള കാര്യങ്ങളെ എടുത്തിട്ട് അതിൽ ലിറ്റററി ലാംഗ്വേജിലൂടെ ഡീഫെമിലറൈസ് ആയിട്ട് പ്രസൻറ്റ് ചെയ്യണം എന്നുള്ളതാണ് സ്ലോവ്സ്കിയുടെ അഭിപ്രായം. ദാറ്റ് മീൻസ് ഹി ഈസ് ടെല്ലിംഗ് ദാറ്റ് വി വാണ്ട് ടു ചേഞ്ച് or deform an ordinary language into literary language. ഒരു ഓർഡിനറി ലാംഗ്വേജ് എടുത്തിട്ട് അതിനെ ലിറ്റററി ലാംഗ്വേജ് ആക്കി മാറ്റുക. അതായത് നമുക്ക് പരിചിതമായ ഒന്നിനെ നമുക്ക് പരിചയമില്ലാത്ത ഒന്നാക്കി മാറ്റുക. അങ്ങനെ വേണം. അതായത് ഇത്രയും നേരം എല്ലാവരും പറഞ്ഞത് അത് തന്നെയാണ്. അതിനെ ഒരു ചെറിയ വ്യത്യാസം വരുത്തി ഇദ്ദേഹം പറയുന്നു, അത്രയേ ഉള്ളൂ. സോ പക്ഷേ ഇദ്ദേഹമാണ് ഇവരുടെ കൂട്ടത്തിലെ ഏറ്റവും പ്രോമിനൻ്റ് ആയിട്ടുള്ള വ്യക്തി. പിന്നെ നമ്മുടെ ജാക്കോബ്സണും. ഒറ്റ വാക്കിൽ നമുക്കിങ്ങനെ പറയാം, ഫെമിലിയറൈസ് ആയിട്ടുള്ള ഒരു കാര്യത്തിനെ ഡീഫെമിലറൈസ് ചെയ്യുക എന്നുള്ളതാണ് ഇദ്ദേഹത്തിൻ്റെ കൺസെപ്റ്റ്. എന്നിട്ട് M.H. അബ്രാമിൻ്റെ ബുക്കിൽ പറഞ്ഞിട്ടുണ്ട്, കോൾഡ്രിഡ്ജ്, അതായത് 1817 അദ്ദേഹത്തിൻ്റെ ബയോഗ്രഫിയ ലിറ്റററിയ പ്രസൻറ്റ് ചെയ്യുന്നത്. നമ്മൾ പറഞ്ഞു റഷ്യൻ ഫോർമാലിസം എന്ന കൺസെപ്റ്റ് വരുന്നത് 1920-കളിലാണ്, 1920s. സോ അതിനും എത്രയോ കാലം മുൻപ് തന്നെ ഈ ഒരു ഫോം, ഈ ഒരു പാറ്റേൺ, ഫോമിനെ മാത്രം പ്രാധാന്യം കൽപ്പിച്ചുകൊണ്ടൊരു പാറ്റേൺ കോൾഡ്രിഡ്ജ് കൊണ്ടുവന്നിരുന്നു എന്നൊരു ഐഡിയ അതിനകത്ത് പറയുന്നുണ്ട്. അത് ഒരു കാര്യവുമില്ലാതെ അതിൻ്റെ ഇടയിൽ പറഞ്ഞതുകൊണ്ടാണ് ഞാനിവിടെ സ്പെസിഫൈ ചെയ്യുന്നത്. ചിലപ്പോൾ അതിൽ നിന്നൊരു ചോദ്യം വന്നാലോ. ഓക്കെ, സോ നൗ വി ആർ മൂവിങ് ടു ദ വെരി നെക്സ്റ്റ് ടേം വിച്ച് ഈസ് ഗിവൻ ബൈ സ്ലോവ്സ്കി, സ്യൂസെറ്റ് ഓർ ഫാബുല. Fabula means the story, Suzette means the plot.
ഇത്രയും നേരം നമ്മൾ എല്ലാ റൈറ്റേഴ്സും പറഞ്ഞത് പോയട്രിയെ കുറിച്ചാണ്. ഇനി അവർ ഫിക്ഷനെ കുറിച്ച് പറയാണ്. അതാകെ സ്ലോവ്സ്കി മാത്രമേ പറയുന്നുള്ളൂ. അദ്ദേഹം അതിനിട്ടിരിക്കുന്ന ടേം സുസെറ്റ് ഓർ ഫാബുല എന്നുള്ളതാണ്. സുസെറ്റ് എന്നതുകൊണ്ട് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് ദ പ്ലോട്ട്, അതായത് ഫിക്ഷന്റെ പ്ലോട്ടും, ഫാബുല എന്നതുകൊണ്ട് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് ദ സ്റ്റോറിയാണ്. These two ideas are related to fiction. The plot or story distinction separates out the sequence of events the work relates from the sequence in which those events are presented in the work. ഇത്രയും പറഞ്ഞിരിക്കുന്ന കാര്യത്തിന് ഒറ്റ വാക്കിൽ നമുക്ക് ഇങ്ങനെ പറയാം: മെയിൻ ഫോക്കസ് ഓൺ പ്ലോട്ട്, നോട്ട് ഓൺ സ്റ്റോറി ലൈൻ. അത് തന്നെയാണ് റഷ്യൻ ഫോർമാലിസത്തിൻ്റെ പ്രത്യേകതയും. അവർ പോയട്രിയിലായിരുന്നപ്പോഴും പ്രാധാന്യം കൊടുത്തത് അതിൻ്റെ ഈവൻസിനോ അല്ലെങ്കിൽ അത് എഴുതപ്പെട്ട സാഹചര്യത്തിനോ അങ്ങനെ ഒന്നിനും ആയിരുന്നില്ല, ഹിസ്റ്ററിക്കോ അങ്ങനെ ഒന്നും ആയിരുന്നില്ല. ഫോമിനായിരുന്നു പ്രാധാന്യം. ആ ലിറ്റററി ലിംഗ്വിസ്റ്റിക്സിനായിരുന്നു അവർ പ്രാധാന്യം കൊടുത്തത്. ഇവിടെ സ്ലോവ്സ്കി ഫിക്ഷനെ കുറിച്ച് പറയുമ്പോഴും അദ്ദേഹം പറയാണ്, നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത് സുസെറ്റിനാണ്, അല്ലാതെ ഫാബുലയ്ക്കല്ല. അതായത് എന്താണ്? പ്ലോട്ടിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്, സ്റ്റോറിക്കല്ല എന്നുള്ളതാണ്. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് റഷ്യൻ ഫോർമാലിസം. അതിനകത്തുള്ള ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് എല്ലാം ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. മാക്സിമം എല്ലാ കാര്യങ്ങളും നന്നായി പഠിക്കുക. ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവർക്കും പറഞ്ഞു തന്ന കണ്ടന്റ്സ് എല്ലാം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. So my dears, I just have a request to you. If you have not subscribed this channel, please subscribe and please share this channel with your friends.